ബാലു കുടിക്കാൻ ചൂടുവെള്ളം കൊണ്ടുവരട്ടെ? അച്ഛാ വേദന ഉണ്ടോന്ന് അറിയാല്ലേ, പിന്നെ എന്തിനു ചോദിക്കണേ? രണ്ടടി അങ്ങോട്ട് മാറിയില്ലേ? പേടിക്കാനൊന്നുമില്ല, പൊട്ടലൊന്നുമില്ലല്ലോ, ഇഞ്ചറിയല്ലേ ഉള്ളൂ. പക്ഷെ സൂക്ഷിക്കണം, കൈ അധികം സ്ട്രെയിൻ കൊടുത്തു കഴിഞ്ഞാൽ ഫ്രാക്ചർ ആവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണോ? ആര് സൂക്ഷിക്കണം? എടാ ചോദിച്ചായിട്ടില്ലേ ആര് സൂക്ഷിക്കണോന്ന്? ചേച്ചി ചായ ഇടി ചേച്ചി. ആർക്ക് ചായ? എനിക്ക് ചായ ഒന്നും വേണ്ട. അളിയനല്ല, എനിക്ക്. അച്ഛാ ഗുളിക കഴിക്കണമല്ലോ, കഴിച്ചല്ലേ പറ്റൂ. എൻ്റെ ശരീരം നോക്കാൻ ഞാനല്ലേ ഉള്ളൂ. മറ്റുള്ളവർ എൻ്റെ ശരീരം നോക്കുമെന്ന് ധരിക്കണതാണ് തെറ്റ്, വലിയ തെറ്റ്. എന്താ ബാലു ഇങ്ങനെയൊക്കെ സംസാരിക്കണേ? പിന്നെ എങ്ങനെ സംസാരിക്കണം? ദേഷ്യം പോലെ. പിന്നെ ദേഷ്യപ്പെടാതെ, വേദന എടുത്തിരിക്കുകയാണ് ഞാൻ. എനിക്ക് പിന്നെ കളിച്ചും ചിരിച്ചൊന്നും സംസാരിക്കാൻ പറ്റൂല. ഞാൻ മനുഷ്യനാണ്, സാധാരണ ഒരു മനുഷ്യൻ. നിങ്ങൾക്ക് കൈയും കാലം പോയി കഴിഞ്ഞാൽ കളിച്ചും ചിരിച്ചൊക്കെ സംസാരിക്കാം, പക്ഷെ എനിക്ക് എന്നെ കൊണ്ട് പറ്റൂല അത്. ചേച്ചി നീ വാ, എനിക്ക് വിശക്കണം, വല്ലതും ഉണ്ടാക്കിത്താ. ഡേ നീ എവിടെ പോണ്? എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണോ നീ ചോദിച്ചാ? വെള്ളം വെള്ളം വേണോന്ന് അതെവിടെ ഇരിക്കട്ടെ. എനിക്ക് വയ്യാതിരിക്കുകയാണ്, എനിക്ക് എന്തെങ്കിലും ആഹാരം വേണോ നീ ചോദിച്ചാ? ചോദിച്ചാ ഇല്ലേ? ഇല്ല ഇല്ല. എടീ കൈയും കാലും വയ്യാതെ ഞാൻ അടുക്കള ചെന്ന് ആഹാരം ഉണ്ടാക്കി കഴിക്കണോ? നീ എന്തടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണം? എന്റെ മുഖത്ത് നോക്ക്. കഴിക്കണോ വേണ്ടേ? ബാലുവിന് എന്താ കഴിക്കാൻ വേണ്ടേ? അയ്യോ നേർച്ച. ബാലുവിന് എന്താ കഴിക്കാൻ വേണ്ട? ഒരു നേർച്ചയായിട്ട് ചോദിക്കുക. ചേച്ചി നീ വായിച്ചു, എനിക്ക് വല്ലതും ഉണ്ടാക്കിത്താ. ഞാൻ പോട്ടെ ബാലു? നീ പോവേ വരേ ചെയ്. അച്ഛൻ കിടക്കുന്നില്ലേ? അല്ല കിടക്കുന്നില്ല രസം. കിടക്കണില്ല എന്നാ? ഞാൻ ഇങ്ങനെ ഇരിക്കണ എടുത്ത് നിനക്ക് പിടിക്കില്ലേടാ? ഞാൻ കിടക്കണോടാ, എപ്പോഴും അങ്ങനെ കിടക്കണോടാ ഞാൻ. അച്ഛാ എന്നാ ഞങ്ങളങ്ങ് പോട്ടെ. ഇവിടെ പോണ്? ഊട്ടിയിൽ കുതിര സവാരിക്ക് പോണ? അല്ല റൂമില്. നിന്നെ ഞാൻ ഇവിടെ നിൽക്കാൻ പറഞ്ഞടി? നീ ഇവിടെ പോണു? നിനക്കൊന്നും പറയില്ലേടി? എന്തെങ്കിലും പറഞ്ഞിട്ട് പാടി. ചായ അവിടെ വെച്ചേക്ക്. ചൂടാറിപ്പോ പോട്ട്. പിന്നെ ചൂടാകാൻ പറഞ്ഞ എനിക്ക് ചൂടാകാൻ പറ്റില്ല കേട്ടാ. വേണ്ട. അപ്പൊ ചായ വേണ്ടല്ലേ? വേണ്ടാത്തോണ്ടാണ് നേരത്തെ വേണമെന്ന് പറഞ്ഞു ചായ. അച്ഛന് കാറ്റ് ഇങ്ങോട്ട് അടിച്ചാ? അച്ഛന്റെ കാറ്റാ? അച്ഛൻ സംസാരിക്കുന്ന പോലെയല്ലേ സംസാരിക്കുന്നേ? ചേച്ചി ഞാൻ പോണ്, ഇവിടെ ഒന്നും ശരിയാവില്ല. എന്താ പന്തി ഇടും? ഈ കണ്ടീഷനിൽ നീ പോയാൽ എങ്ങനെയാടാ? ഈ കണ്ടീഷനിൽ പോയി. അളിയൻ എന്റെ അടുത്ത് എന്തോ ദേഷ്യമുള്ളതല്ലേ? അളിയന്റെ ഭാവം കണ്ടാത്തൊന്നും അളിയൻ ഇതൊക്കെ പറ്റാൻ കാരണം ഞാനാണെന്ന്. പിന്നല്ലാതെ അച്ഛൻ കിടപ്പിലാവാനുള്ള പ്രധാന കാരണം മാമൻ തന്നെയാ. നീ കൊള്ളാലടി. അപ്പൊ ഇതിനൊക്കെ കൂട്ടുവന്ന് നിനക്ക് ഇതിലൊരു പങ്കുമില്ലേ? ഞാൻ കൊച്ചുകുട്ടിയാ, നിങ്ങൾ മുതിർന്നവര് ചെയ്യുന്നത് കണ്ടേ ഞങ്ങൾക്കും ചെയ്യാൻ പറ്റൂ. എന്തിനെങ്കിലും ആരെങ്കിലും കുറ്റപ്പെടുത്തിയ അവള് കൊച്ചുകൂട്ടി, അല്ലെങ്കിൽ 60 വയസ്സായ അമ്മച്ചി. ഈ മാമിന്റെ അടുത്ത് ഒന്നും പറയാൻ പറ്റില്ല, പെട്ടെന്ന് അങ്ങോട്ട് ദേഷ്യം കയറും. മാമിനൊരു കാര്യം ചെയ്യേ, ഒരു കല്യാണം കഴിക്കേ, എന്നിട്ട് കൊച്ചുങ്ങൾക്ക് ഉണ്ടാവുമ്പോഴത്തേക്ക് ഈ ദേഷ്യമൊക്കെ അങ്ങോട്ട് പോയിക്കോളും. വാ അടച്ചുകൂടിയടി. പറഞ്ഞു നീ എങ്ങോട്ട് കയറി പോണേ? പ്രായത്തിൽ കവിഞ്ഞുള്ള വർത്താനൊന്നും വേണ്ട. മാമ കാര്യം ആര് പറഞ്ഞാലും അത് കാര്യം തന്നെയാ. പ്രായത്തിലുള്ള കാര്യം ആരെന്ത് പറയുന്നു അതിലാണ് കാര്യം. അത് ശരിയാ, പ്രായത്തിലല്ല എത്ര അടി കിട്ടും എന്നുള്ളതില്ല കാര്യം. എന്റെ അമ്മേ, ഈ അടി എന്ന് പറഞ്ഞ സാധനം ഒന്നിനൊരു ശാശ്വത പരിഹാരമല്ല. 1 2 3 10 വരെ എണ്ണണ്ട, ഞാൻ പോയിക്കോളാമേ. ഇവിടെ നീ പ്രസവിച്ചതാണ്, അത് ആകാശത്ത് നിന്ന് പൊട്ടി വീണ? എന്താടാ ഇവിടെ പ്രസവിക്കുമ്പോ നീ ഉണ്ടായിരുന്നല്ലോ ഹോസ്പിറ്റലിൽ. ബാലുവിന്റെ കയ്യിൽ കൊച്ചിനെ കിട്ടിയ ഉടനെ നീയല്ലേ മേടിച്ചോണ്ട് പോയത്? പിന്നെ തിരിച്ച് ലേബർ റൂമിലേക്ക് തരാൻ ഭയങ്കര മടിയായിരുന്നല്ലോ. അന്നത്തെ കിടപ്പ് കണ്ടപ്പോ ഞാൻ വിചാരിച്ച ഇതിങ്ങനെ ഒരു മഹാസംഭവമായിട്ട് മാറുമെന്ന്. ഞാൻ പോണു. നീ എവിടെ പോണ്? അവിടെ എവിടെയും പോകാൻ നിൽക്കണ്ട, ബാ ചായ കുടിക്ക്. ഇത് തണുത്തു പോയല്ലേ? തണുത്ത കുടിച്ചാ മതി. അന്നേരം ഞാൻ പറഞ്ഞില്ലേ ചൂടാക്കി തരില്ല എന്ന്. ചൂടാക്കി. നീ എന്തോന്ന് കിളിയാ? ഒരപ്പവും വച്ച് കൊത്തിക്കൊണ്ടിരിക്കുന്ന. നീ പോടാ ചേട്ടാ, നിനക്കറിയാലോ ഞാൻ കുറച്ചേ കഴിക്കത്തുള്ളൂ എന്ന്. പിന്നെ എന്തിനാ ചോദിക്കണേ? നീ എന്തിനീ കുറച്ച് കഴിക്കുന്നത്?
അവള് വേഗം തീർന്നു കിട്ടാൻ, അല്ലാതെ എന്തിനാ? പടി പറ, നീ എന്തിനാ ഈ ഫുഡ് കൺട്രോൾ ചെയ്യണേ? അത് നിനക്ക് അറിഞ്ഞൂടെ എന്റെ ബോഡി കൺട്രോൾ ചെയ്യാനായിട്ട്? ബോഡി കൺട്രോൾ ഐ മീൻ സ്ലിം സ്ലിം. ഇതിലും വലിയ ഇനി ഇത് എന്തിന് സ്ലിം? അത്ര ഇതിനപ്പുറത്ത് ഇനി എവിടെ സ്ലിം? എന്റെ പൊന്നോ. ഡാ നീ എന്തിനാ ഈ മുടിയൊക്കെ വളർത്തി പന്തല് പോലെ നടക്കണേ? അത് എന്റെ ഇഷ്ടം. ആഹാ, അത് നിന്റെ ഇഷ്ടമാണെങ്കിലേ ഇത് എന്റെ ഇഷ്ടം എങ്ങനെ നടക്കുന്നുള്ളത് കേട്ടാ. ഓ കഷ്ടം. എന്തൊരു സൗന്ദര്യമുള്ള കുട്ടിയാ. കിള്ളിക്കൊണ്ടിരിക്കാണ് കഴിക്കോച്ച എളുപ്പം. അയ്യോ അച്ഛൻ. എന്ത് അച്ഛൻ ചത്താ? അച്ഛാ പിന്നെ എന്തിനാ ഇങ്ങനെ നിലവിളിക്കണേ? പയ്യെ. ബാലുവിന് എന്തെങ്കിലും വേണോ? എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയാം. ഡേയ് പാത്രം എടുക്കടി. പോവാണോ? സ്ലിം ബ്യൂട്ടി, എന്റെ സ്ലിം ബ്യൂട്ടി. ബാലു നല്ല വേദന ഉണ്ടല്ലേ? എന്ത് ചെയ്യാനാ, സമയദോഷം, അല്ലാതെ എന്തു പറയാനാ. ഇതൊക്കെ ഒന്ന് മാറട്ടെ, എന്നിട്ട് നമുക്ക് ഗുരുവായൂരും പളനിയിലും മൂകാംബിയിലൊക്കെ പോവാം ഒന്നിച്ച്. ആരൊക്കെ പോണത്? ഞാൻ, ബാലു, കുട്ടികൾ, പിന്നെ കുട്ടു. അയ്യോ ഞാൻ വരണില്ല. ഞാൻ വന്നില്ലേലും ഒരു കുഴപ്പമില്ല. ഭഗവാനും ദേവിയൊക്കെ ഇതാ ഇവിടെ ഉണ്ട്. എൻ്റെ മനസ്സ് ശുദ്ധമാണ്. ഞാൻ ക്രൂരനല്ല. ഈ കൂടെ നിന്നിട്ട് കഴുത്തിറക്കണവന്മാർ എവിടെ പോയിട്ട് ഒരു കാര്യമില്ല. പിന്നെ നീ ഈ അമ്പലങ്ങളിലൊക്കെ ചെന്ന് തൊഴുത് പ്രാർത്ഥിച്ച് പൊങ്കാലിട്ടിട്ട് ഒരു കാര്യമില്ല. എടി നല്ല മനസ്സുള്ളവരെ ദൈവം അടുപ്പിക്കോളൂ. ഇല്ലാത്തതാണ്ട് ഒരു പടി അകറ്റി അങ്ങ് നിർത്തും. ചേച്ചി ഞാൻ പോന്നു. എന്താടാ കൊറേ നേരം കൊണ്ട് നീ പറഞ്ഞല്ലോ ഞാൻ പോടുന്ന്. നിനക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമില്ല, നീ പോ. അല്ലല്ലോ എനിക്കറിയാം, കുറച്ച് നാളായിട്ട് നിനക്ക് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇഷ്ടമല്ല. അത് വെറുതെ മനുഷ്യ മനസ്സിൽ പോലും ചിന്തിക്കാതെ പറഞ്ഞ ഞാൻ തലയുടെ പൊട്ടിക്കാൻ നോക്കുന്നു. ഉള്ളത് പറയുമ്പം കള്ളന് തുള്ളല്ലേ. എന്റെ പൊന്നു ബാലു, ഇനിയെങ്കിലും ഈ മുള്ളും മനയും വെച്ചുള്ള വർത്താനം നിർത്ത്. മുള്ളും മനയും നീ പറഞ്ഞതിന്റെ അർത്ഥം എന്തോന്നടി? ഞാൻ ആവശ്യമില്ലാതെ പറയണോണ്ട് ദൈവം എനിക്ക് തന്ന ശിക്ഷയാണെന്ന്. ഇനിയും വായും വെച്ചോണ്ട് മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ ഇതിൽ കൂടുതൽ ശിക്ഷ ദൈവം എനിക്ക് തരുമെന്ന്. ഞാൻ വായും വെച്ചോണ്ട് മര്യാദയ്ക്ക് ഇരിക്കൂല. ദൈവം തരുന്ന ശിക്ഷ എന്തോ ആയിക്കോട്ടെ, ഞാൻ ഏറ്റുവാങ്ങാൻ തയ്യാറാണ്. തലേ കൈ വെച്ച് അല്ലടി, നീ എന്നെ പ്രാവിയല്ലടി. ഇവൻ പണ്ടാരടി മുടിഞ്ഞു പോകാൻ വേണ്ടി നീ പ്രാവി തലടി തലേ കൈ വെച്ചത് അല്ലടി. കാറ്റാടി അമ്മാ. നീ എന്താടി ആലോചിച്ചു കൂട്ടണേ? ഞാനേ അച്ഛനെ പറ്റി ആലോചിച്ചതാ. അച്ഛനെന്ത് പറ്റി? അച്ഛൻ എന്തോ പറ്റിയിട്ടുണ്ട്. ആ, കയ്യിലും കാലിലെയും പ്ലാസ്റ്റർ കണ്ടിട്ട് നിനക്കൊന്നും മനസ്സിലായില്ലേ? ഓ അതൊന്നും അല്ല, അച്ഛനെ ഒരുപാട് ആലോചിച്ച് കൂട്ടുന്നുണ്ട്. അതാണ് ഈ സ്വഭാവത്തിനൊക്കെ ഒരു മാറ്റം. അതെനിക്കും തോന്നി. കേശു ബാലവാടി പോയതാ പ്രശ്നമായ. അവനുണ്ടായിരുന്നെങ്കിലേ നമുക്ക് ആ അച്ഛൻ്റെ മനസ്സെന്താന്ന് അറിയായിരുന്നു. ആ ബെസ്റ്റ്. അച്ഛനെ മനസ്സറിയാൻ ഇവിടെ ആർക്കും പറ്റില്ല. അച്ഛൻ എപ്പോ എങ്ങനെ ഏത് രീതി പ്രവർത്തിക്കുന്നു ഇവിടെ ആർക്കും പറയാൻ പറ്റില്ല. എടാ നിനക്ക് ഈ വീട്ടിലുള്ളവരെ പറ്റി എന്തെങ്കിലും അറിയാവോ? എന്തെങ്കിലും ചിന്തിക്കാറുണ്ടോ നീ? ഇല്ലല്ലോ. നീ വരണു പോണു, പുതിയ സ്റ്റെപ്പൊക്കെ കണ്ടുപിടിക്കുന്നു, അത് എവിടെയെങ്കിലും കൊണ്ടേ തട്ടുന്നു. നിർത്തണേ. എനിക്ക് കുടുംബത്തെ പറ്റി നല്ല വിചാരമുണ്ട്, നല്ല ചിന്തയുണ്ട്. അയ്യോ ഭയങ്കര ചിന്ത. എടാ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ ചെന്നൈയിൽ നിന്ന് വരുമ്പോഴത്തേക്ക് 2 ജോഡി ചുരിദാർ കൊണ്ടുവന്നു. എന്നിട്ട് നീ കൊണ്ടുവന്നാ? ഇല്ലല്ലോ. ഇല്ല, കൊണ്ടുവരില്ല. എനിക്ക് നീ കുടുംബത്തിൽ നിന്നെ പറ്റി ഒരു വിചാരമില്ല. നീ എന്റെ ആരും ആണെന്ന് കരുതിയിട്ടുമില്ല. ഉറപ്പാണല്ലോ അല്ലേ? എന്തോന്ന് ഉറപ്പിക്കാൻ? നീ എനിക്കൊരു വിഷയമല്ല. വിഷ്ണു നീ കളിക്കല്ലേ. നീ എന്റെ അടുത്ത് വരും, അന്ന് ഞാൻ ഇതേപോലൊക്കെ തന്നെ നിന്റെ അടുത്ത് പെരുമാറും. നീ പെരുമാറിക്കോ, എനിക്കെന്താ? നീ ഇപ്പൊ പറഞ്ഞ തമാശയല്ലെന്ന് എനിക്കറിയാം. അല്ലെങ്കിലും നിനക്ക് എന്നെ ഇഷ്ടമല്ല അല്ലേ? അന്ന് നീ റോഡിൽ വെച്ച് വണ്ടിയിൽ പോയപ്പോ ഞാൻ കൈ കാണിച്ചു. നീ എന്നെ കണ്ടിട്ടും കാണാത്ത പോലെ പോയി. എടാ ഞാൻ നിന്റെ അനിയത്തിയാന്ന് പറയാൻ നിനക്ക് വല്ല നാണക്കേടാണോ അതോ കുറച്ചിലോ? ആടി കുറച്ചിട്ടുണ്ട്. എന്തേ? അയ്യേ കരയണോ? എന്താടി? നീ എന്താടി ഇങ്ങനെ? നീ എന്റെ പൊന്നാര അനിയത്തിയല്ലേ? ഉന്നെ പറ്റി നിനത്ത് ഈയാണ് ரொம்ப പെരുമപ്പെടുறேன் തങ്കച്ചി. എടി ലച്ചു കരയായിരിക്കെ, സീൻ മോശമാവുന്നുണ്ട് കേട്ടോ. എന്തോ കരയില്ലെന്ന് കരച്ചി മുടിയോ? അയ്യോ അമ്മ പോരെ, ഞാൻ പോവാ. മുടി ഇതെപ്പോ ഇതിനകത്ത് കയറി പറ്റി? ഞാൻ കണ്ടില്ലല്ലോ. എന്താടി, ഞാൻ ഇവിടെ ഇറങ്ങി പോണോ?
ഇറങ്ങി പോണോടി. ബാലു കൂടുതൽ ചൊറിയല്ലേ? വയ്യാത്തെന്ന് അടിച്ചാൽ ഞാൻ മിണ്ടാതിരിക്കണേ. ആ മിണ്ടാതിരിക്കണം. ആ പറ, നീ പറ, ഞാൻ കേക്കട്ടെ, പറ. വയ്യാത്തല്ല, ആ വായും വെച്ച് മിണ്ടാതിരി. നീ ആ വായിലും കൂടെ പ്ലാസ്റ്റർ ഒട്ടിക്കാടി ഇതുപോലെ, അപ്പൊ മിണ്ടൂരല്ലേ? ആ നീ പറ, നീ പറഞ്ഞ അനുസരിച്ചില്ലെങ്കിലേ നീ എന്നെ കിടത്തും. ഇപ്പം വയ്യാതിരിക്കണേ ഉള്ളൂ. പോണ എവിടെ ഓർഡർ? ആര് പോയി? ആര് പോയി? എടി ഇത്രയും വയ്യായിരുന്നിട്ടും നിന്റെ വീട്ടിൽ നിന്ന് ആരെയും തിരിഞ്ഞു നോക്കിയാടി. പടവള കുട്ടം പിള്ളയും ഭാര്യയും. കാലൊടിഞ്ഞ് പുല്ലാതെ പോട്ട്. ഇപ്പം എന്താ കൈ ഒടിഞ്ഞ്. എവിടെ അന്വേഷിച്ച് ആരെയും കണ്ടില്ലല്ലേ? രണ്ടും കൂടെ ബസ് കാത്ത് നിൽക്കായിരിക്കും ഇങ്ങോട്ട് വരാൻ. കുട്ടുണ്ടല്ലോ ഇവിടെ, പിന്നെന്താ? കുട്ടുണ്ടല്ല, കുട്ടി ഗൾഫിൽ പോയി എന്ത് ചെയ്യും? കുട്ടമ്പിള്ള ഇവിടെ വരൂലേ? നിങ്ങളെ കൈയും കാലും ഒടിഞ്ഞില്ലാന്ന് പോയി, അപ്പൊ എന്ത് ചെയ്യും? കണ്ട ഒരു ഭർത്താവിന്റെ മുഖത്ത് നോക്കി കയ്യും കാലും ഒടിഞ്ഞില്ലാന്ന് വയ്യെന്ന് എന്ത് കൂളായിട്ടവള് പറയുന്നു. കൊള്ളാടി. ബാലു അച്ഛൻ വരും. അവിടെ 10-15 ജോലിക്കാരുള്ളതാ. ജോലി നിർത്തിയിട്ട് വരാൻ പറ്റുമോ? തന്നെയല്ല മഴക്കാലം വരിക, എല്ലാം പെട്ടെന്ന് തീർക്കണ്ടേ? പിന്നെ മഴക്കാലം വരണതിന് മുമ്പേ പണി തീർക്കണം, ഇല്ലെങ്കിൽ മഴ വഴക്ക് പറയും. 10-14 വരെ ജോലിക്ക് ഇരിക്കണം. ഇടി ഞാൻ ഇവിടെ ചത്ത് കിടക്കണമെങ്കിൽ അവിടെ ജോലിക്ക് ഇരിക്കണമെങ്കിൽ കുട്ടമ്പിള്ള വരൂലേ? അങ്ങനെ വരും. എൻ്റെ സഞ്ചാരത്തിന് വരും. ഇഡലിയും സാമ്പാർ തിന്നെ നിനക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ ഇത്. കണ്ടാ അച്ഛൻ്റെ പറഞ്ഞപ്പോൾ കരയണ കണ്ടാ? പാടി ഇവിടുന്ന് കണ്ണു മുമ്പേന്ന്. കുട്ടമ്പിള്ള നന്നായി നല്ല സീരിയസ് ആയിട്ട് വായിച്ചോണ്ടിരുന്നതാണ്. എവിടെ നിർത്തിയത്? ആ മണ്ടൻ സുബ്രു, മണ്ടൻ ബാലു. എല്ലാത്തിനും മണ്ടനടി ഞാൻ, മണ്ടൻ ബാലു. ഞാൻ വന്നത് നീ കണ്ടില്ലേ? എനിക്ക് കണ്ണു കാണാം. പിന്നെന്താ എണീക്കാത്തത്? എന്തിന്? അയ്യോ എന്റെ കൈയും കാലും ഒടിഞ്ഞ പോലെ നീ അറിഞ്ഞില്ലടാ? അതൊക്കെ അറിഞ്ഞു, പക്ഷെ ഒരു കുറവില്ലല്ലേ. കൊക്കിനെ പോലെ പാടത്ത് കൊക്കിക്കണോ നിൽക്കാതെ എവിടെ എവിടെയെങ്കിലും പോയി ഇരിക്കളിയാ. എന്നെ എണീപ്പിക്കാനൊക്കെ എനിക്കറിയാം. എൻ്റെ കാലനൊക്കെ വയ്യാതായി പോയി. അത് ഓർമ്മ വേണം. നീ കാര്യങ്ങളൊക്കെ എളുപ്പമായല്ല. എങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലുള്ളതൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ വരട്ട്. ശ്രീകുട്ട, ഈ കുട്ടിക്കളി രൂപത്തില് നീ എന്നെ കള്ളക്കുഴി ഒഴിച്ച് തള്ളിയിട്ട് എന്തിനാണെന്നും, പിന്നെ നീ ലക്ഷക്കണക്കിന് മുടക്കി ഒരു വണ്ടി വാങ്ങിച്ചതില്ലേ, ചക്കടാ വണ്ടി 20 ഞെരങ്ങണേ എന്നെ തള്ളിയിട്ടില്ലേ, അതെന്തിനാണെന്നും, പിന്നെ സോഫയും തള്ളിയിട്ട് എൻ്റെ കൈ ഒടിച്ചില്ലേ. ഇവിടെ ഓരോന്നായിട്ട് ചിന്തിച്ച് നോക്കി അടുക്കടുക്കായിട്ട് നിന്റെ മുത്തിയില്ലേ, സമ്മതിക്കണോടാ നിന്റെ മുത്തി. അയ്യോ ഒന്നും മിണ്ടാണ്ടിരിക്കണ്ട. പ്ലാസ്റ്റർ ഇട്ട കാലാണ്. നിന്റെ പേട്ട് തല അടിച്ചു കൊടുക്കളായി. കണ്ട ഗ്യാപ്പിട്ട് മുങ്ങണണ്ട. കള്ളായി, പേരും കള്ളായി. ഞാൻ വല്ലതും പറഞ്ഞാലേ കൂടിപ്പോവും, അതാണ് മിണ്ടാതെ പോയത്. നീ പറയടാ, കേക്കട്ടെ, നീ പറ. അകത്ത് ചേച്ചിയോട് പറയണൊക്കെ ഞാൻ കേട്ടായിരുന്നു. നിങ്ങളെ കാണാൻ എൻ്റെ അച്ഛൻ വന്നില്ല അല്ലേ? തെറ്റായിപ്പോയി, വലിയ തെറ്റ്. നിങ്ങളുടെ അച്ഛനും അമ്മ എവിടെ? വേറെ ഉണ്ടല്ലോ കുറെ പെമ്പടകള് ഇവിടെ വന്ന് ഇടയ്ക്കിടയ്ക്ക് ചട്ടി അടിച്ചിട്ട് പോണ കുറെ എണ്ണം. അയ്യോ വന്നാ നീ ഒറ്റണത്തിന് വെറുതെ വിടൂലല്ലേ. ചിലന്തി ഇര പിടിക്കാൻ കാത്തിരിക്കും പോലെ വലയിട്ട് നിൽക്കല്ലേ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി. ഞാൻ തന്നെ പറഞ്ഞു ഇവിടെ ആര് വരണം. അയ്യാടാ കണ്ട് കൊടുത്താലും മതി. ചിലന്തി വലകെട്ട് കാത്തിരിക്കണമല്ലേ. പോണാടാ നില്ലടാ, നീ എവിടെ പോണ്? നീ 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 വിഷയത്തിൽ നിന്ന് മാറാതെ നിന്റെ ചേച്ചി വരെയല്ലേ. നീ ആണാണ് ഈ സത്യം പറടാ. എടാ എന്നെ കിടത്താനല്ലടാ നിന്റെ ഉദ്ദേശം. അല്ലടാ എന്നെ കിടത്താനല്ല, എന്നെ നശിപ്പിക്കാനാണ് എൻ്റെ ലക്ഷ്യം. 3 ഏക്കറപ്പം നിനക്ക് കിട്ടുമല്ലേ? ഇല്ലടാ 3 ഏക്കർ നിനക്ക് സ്വന്തമാക്കാനല്ല, വച്ച് അനുഭവിക്കാനല്ല. ഞാൻ തീർന്നു കഴിഞ്ഞാൽ ഇവളെയും പിള്ളേരെയും കൊണ്ട് പടവലത്ത് പോകാനല്ല, നല്ല നക്കാപിച്ച കൊടുത്ത് ഒതുക്കി കഴിഞ്ഞാൽ ബാക്കി എല്ലാ സ്വത്തും കൂടെ ഒരുമിച്ച് അനുഭവിക്കാനാണ്. ദുഷ്ട എത്ര ആർത്തി പാടില്ലടാ നിനക്ക്, എത്ര ആർത്തി പാടില്ല. കങ്കാരുവിനെ പോലെ ചാടിപ്പോകാൻ നില്ലേ, പറയട്ടെ നില്ലേ, ഇവിടെ നില്ലേ, ഇവിടെ നില്ലേ, ഇവിടെ നില്ലേ. നിങ്ങൾ എന്തോന്ന് പറഞ്ഞേ? നിങ്ങൾ തീർന്നാലും തീർന്നില്ലെങ്കിലും അവസാനം വരെ ഈ പിള്ളേരെയും ചേച്ചിയിടാൻ കാര്യം ഞാൻ തന്നെ നോക്കണം. ശ്രീകുട്ട, പിന്നെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞാലോ? എടേ എന്നെ ഇവിടെ വിളിച്ചു വരുത്തിട്ട് നീ അങ്ങോട്ട് പോണ്? എന്താടാ ഓടി കളിക്കണം നീ? ഇങ്ങോട്ട്. എന്റെ പുറകെ കൊന്നി കളിച്ച് അവിടെ എവിടെയെങ്കിലും തെന്നി വീണിട്ട് അവസാനം ഞാൻ തള്ളിയിട്ടെന്നെങ്കിലും പറഞ്ഞ എനിക്ക് യവൻ്റെ അടുത്തൊന്നും സംസാരിക്കാനില്ല. നിന്റെ അച്ഛൻ്റെ അടുത്തല്ലേ സംസാരിക്കാനുള്ളൂ. അങ്ങേരുമായിട്ട് ഒരു തീരുമാനത്തിൽ എത്താൻ പറ്റുമോ ഞാൻ നോക്കട്ടെ.
എന്റെ അച്ഛന്റെ കാര്യത്തിൽ തീരുമാനമാക്കാൻ നിങ്ങൾ ആയാ? ഡാ, പോയെ. പോ. പോന്ന്. ശ്രീ ഡാ എന്താ ഇവിടെ നിൽക്കണേ? അകത്ത് നിൽക്കാൻ നിന്റെ ഭർത്താവ് സമ്മതിക്കണ്ടേ? അയ്യേ അത് വിഷമം കൊണ്ട് പറയണല്ലേ വയ്യാത്തതിന്റെ. വിഷമം കൊണ്ട്. എനിക്കറിയാം അവസാനം നീ നിന്റെ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കോളാം. എനിക്ക് നിങ്ങൾ രണ്ടുപേരും തള്ളി പറയാൻ പറ്റുവാടാ? അളി എന്തൊക്കെ ചിന്തിച്ചു കൊടുക്കണമെന്ന് നീ കണ്ട? മനസ്സ് നിറച്ച് വിഷമാണ്, വിഷം. ശേ അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ പോവാം, വീട്ടിൽ പോവാം, അച്ഛനോട് സംസാരിക്കാം. എന്നിട്ട് ഈ ആഴ്ച തന്നെ വസ്തു അളിയൻ്റെ നിന്റെ പേരിൽ എഴുതി വയ്ക്കാൻ വേണ്ടി പറയാം. ശ്രീകുട്ടാ, ഞാൻ അത്രേ ഉദ്ദേശിച്ചോളൂ. നീ അത് പെട്ടെന്ന് നടപ്പാക്ക് കേട്ടാ. ആ ഇവിടെ ഉണ്ടായിരുന്ന കൊല്ലാടാ, പോ അതൊഴി വാ. പോടാ പോടാ ബാലു വാടാ വാടാ, ഓടിക്കഴിഞ്ഞ് വാ. എന്താടാ വലിയ ഭൂസ്വത്ത് കുടുംബക്കാര് എന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് വസ്തു എഴുതി വാങ്ങിക്കണം. അത് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യം. എന്നാ നിങ്ങൾ കേട്ടോ, ഞാൻ ജീവിച്ചിരിക്കുമ്പോ നിങ്ങളുടെ പേരിൽ ആ വസ്തു എഴുതി തരൂല. അങ്ങനെ ഒരു സ്വപ്നം ബാലചന്ദ്രൻ തമ്പി മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് സ്വപ്നത്തിലങ്ങ് മാറ്റി കളഞ്ഞേരാ തമ്പി അളിയ. എടാ ബാലേന്ദ്രൻ തമ്പി ഒന്ന് മനസ്സിൽ വിചാരിച്ചാ അത് കൊണ്ടേ മലക്കൂ. അറിയാല്ലേ ഇവളെ കാര്യം അറിയാല്ലേ? നീ വരെ പറഞ്ഞു, കൂടെ നിന്നാ നീ വരെ പറഞ്ഞു എനിക്ക് ഇവിടെ തരൂരാന്ന്. അവസാനം എന്തായടാ? എന്തായി? എന്ത് തറപ്പണി കാണിച്ചിട്ടാലും നിന്റെയൊക്കെ സ്ഥാവര ജംഗമ വസ്തുക്കള് ബാലേന്ദ്രൻ തമ്പി എഴുതിയെടുക്കും. വിറ്റ് തുലയ്ക്കാനുമല്ല, വിറ്റ് മുടിക്കാനുമല്ല, ഒരു വാശിക്ക്. അച്ഛാ, ഈ സ്ഥാവര ജംഗമ വസ്തുക്കളിൽ അപ്പൂപ്പനും അമ്മൂമ്മയും പെടുവോ? ഇല്ല മക്കളെ, അത് പുരാവസ്തു. ബാലു ഒന്ന് നിർത്തിയേ. പിള്ളേരുടെ ആവശ്യമില്ലാത്ത വാക്കുകളൊന്നും പറയല്ലേ, അല്ലെങ്കിൽ തന്നെ നിങ്ങൾ രണ്ടുപേരും പറയണ കേട്ടു രണ്ടുപേരും ഓരോന്ന് പഠിച്ചോണ്ടിരിക്കുക. അവള് ഓരോന്ന് കേട്ട് പഠിക്കട്ടെടേ. എന്റെ കാലം കഴിഞ്ഞാൽ യവറ്റവളൊക്കെ പിടിച്ച് നിൽക്കണ്ടേ പിള്ളേര്. ഞാൻ ഒരു കാര്യം പറയാം, എന്റെ കാലം കഴിഞ്ഞാ നിന്നെ പിള്ളേരെ പഠിച്ചിറങ്ങും. നോക്കിക്കോ, അല്ലെങ്കിൽ ഇങ്ങനെ വിളിച്ചോ. അളിയ പോക്കെടുത്തരം പറഞ്ഞാൽ ഞാൻ എന്റെ നില മറക്കും. നീ ആരോ കൈ കൊണ്ടുള്ളത്? ഇറങ്ങടാ എന്റെ വീട്ടിൽ നിന്ന്, ഇറങ്ങടാ നാണം കേട്ടവനെ. എടാ നീ പറഞ്ഞില്ലടാ എന്റെ ബന്ധുക്കൾ ഇവിടെ ചട്ടി അടിക്കാൻ പറഞ്ഞത്. നീ ആകടാ ഇവിടെ ചട്ടി അടിക്കാൻ കയറി ഇവിടെ പറഞ്ഞത്. ഇവിടെ പൂണ്ടടങ്ങ് അടയിരിക്കണം നീ ആകടാ. ഏയ് മാമൻ നമുക്ക് തരാന്ന് പറഞ്ഞ സ്വത്തിലടാ നീ കൃഷി ചെയ്ത് ആദായം മൊത്തം എടുക്കണത്. എന്നിട്ട് നമുക്ക് വല്ല നക്കാ വെച്ചാൽ തരും. ബാക്കിയുള്ളൊക്കെ അവൻ പോക്കറ്റിട്ട് പുട്ടടിക്കും. അല്ലടാ നാണം കേട്ടവനെ, ഇറങ്ങടാ വിട്ടിടവനെ. കള ചേച്ചി ഞാൻ പോണു. മാമാ മാമ ഇതോടെ പോവാ. മാമന്റെ പോട്ട് ചല്ലിയ മാമന്റെ വീട്ടിൽ പോണു. എന്നെ ഇത്രയും പറഞ്ഞിട്ട് നിങ്ങളുടെ അമ്മ എന്റെ സഹോദരി ദുഷ്ട ഒരു വാക്ക് മിണ്ടിയ അതിനർത്ഥം എന്താണ്? എന്നെ പറഞ്ഞെല്ലാം ശരിയെന്നല്ലേ? എന്നെ പറഞ്ഞൊക്കെ ശരിവെക്കല്ലേ? അത് നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്, ഞാൻ മിണ്ടാതെ എനിക്ക് തലവേദന എടുത്തിട്ടാ. അല്ല, അവക്ക് സത്യം മനസ്സിലായി, അതാണ് അവളൊന്നും മിണ്ടാത്തത്. മക്കളെ മാമൻ പോണു. മക്കളെ ഇത് പാട്ട് എന്ത് പാട്ടടിയാ വൈ എന്ത് കളയണത്? എന്താ പോട്ടെ, എല്ലാവരും എന്നെ വിട്ട് പോട്ടെ. അതാണല്ലോ ഇവിടെ ഉള്ളവർക്കൊക്കെ ഇഷ്ടം. എടി അവൻ പോവെന്ന് പ്രതീക്ഷിച്ച് ഞാൻ പറഞ്ഞല്ല. നിങ്ങളൊന്നും മിണ്ടണ്ട, നിങ്ങളോടൊന്നും ഞാൻ പറഞ്ഞൊന്നുമില്ല. നിങ്ങൾക്കറിയില്ലേ അവന്റെ സ്വഭാവം? ഇവിടെയുള്ള എല്ലാവരോടും അവന്റെ ജീവനാ. അവൻ പിണങ്ങിയതാ, അതാ അവന്റെ സ്വഭാവം. അച്ഛനെ പോരാ, വാക്ക് പറഞ്ഞാൽ വാക്കാ. നോക്കിക്കോ, ഇനി ഈ വീടിന്റെ പടി അവൻ ചവിട്ടൂല. വരുന്നു. ആറരയ്ക്കുള്ള വണ്ടി പോയി. ഇനി രാത്രി 9:30 ഉള്ളൂ. അവിടെ ഞാൻ നാളെ രാവിലെ പോകുന്നു വിചാരിച്ചു. അതിന് 6 മണിയല്ലേ ആയുള്ളൂ, 6:30 ആയില്ലല്ലോ. എന്താടാ നിന്ന് വേറെക്കണേ? അതൊരു പോണില്ലേ? വിളിച്ചിട്ട് പാടിയല്ലേ? അയ്യോ അയ്യോ അമ്മ, അയ്യോ
ഇന്നാ ചേച്ചി ഈ വലത് ഇവിടെ അടിച്ചോടി, പിന്നെ ഇടത് കാല് മാത്രമല്ലേ ഉള്ളൂ, അത് അച്ഛ ഉടനെ പറഞ്ഞുണ്ട്, അത് അച്ഛ അടിച്ചോടിച്ചോളൂ.